ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന ചാപ്റ്ററിൻ്റെ ലെറ്റേഴ്സും കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ചാപ്റ്റർ വൈസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ചേഞ്ചസ് ഇൻ ദ അറേഞ്ച്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഒക്കർ ഡ്യൂറിംഗ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ്? ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പദാർത്ഥങ്ങളിലെ കണികാ ക്രമീകരണത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? അപ്പൊ ഏതാണ്? സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോഴത്തേക്ക്, ഖരം ദ്രാവകമാകുമ്പോൾ എന്ത് സംഭവിക്കും? ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസസ് ദെയർ മൂവ്മെന്റ് ആൾസോ ഇൻക്രീസസ്. അതായത് സോളിഡ് ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിലെ പാർട്ടിക്കിൾസ് ഞെരുങ്ങിയാണ് ഒന്നിനോടൊന്ന് അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. അടുത്ത് ലിക്വിഡ് ആകുമ്പോഴത്തേക്ക് അതിലെ പാർട്ടിക്കിൾസ് കുറച്ചുകൂടെ അകലം, കണികകൾ തമ്മിൽ അകലം ഉണ്ടാവും. അപ്പോഴത്തേക്ക് അതിന്റെ മൂവ്മെന്റും കൂടും, ഇല്ലേ? ആ ആൻസർ എന്താണ്? ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസസ് ദെയർ മൂവ്മെന്റ് ആൾസോ ഇൻക്രീസസ്. പാർട്ടിക്കിൾസ്, കണികകൾ തമ്മിലുള്ള അകലം കൂടുമ്പോൾ അവയുടെ ചലനവും കൂടുതലാകുന്നു. ഒന്നാമത്തത്. ഓക്കെ, അടുത്ത രണ്ടാമത്തത് ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ്. ലിക്വിഡ് ഗ്യാസ് ആയി മാറുമ്പോൾ, ദ്രാവകം വാതകമാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസസ് ദെയർ മൂവ്മെന്റ് ആൾസോ ഇൻക്രീസസ്. ലിക്വിഡിൽ നിന്ന് ഗ്യാസിലോട്ട് പോകുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾസ് ഒരുപാട് അകലെ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പോഴെന്തോന്ന് അതിന്റെ മൂവ്മെന്റ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ കണികൾ തമ്മിലുള്ള അകലം കൂടുമ്പോഴത്തേക്ക് അവയുടെ ചലനവും കൂടുതലാകുന്നു. അതേ സെയിം തന്നെയാണ് വരുന്നത്. ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്. ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോഴത്തേക്ക് എന്തോന്നാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ഡിഗ്രീസസ്, മൂവ്മെന്റ് ആൾസോ ഡിഗ്രീസസ്. കണികൾ തമ്മിലുള്ള അകലം അപ്പൊ എന്തോന്ന്? കുറയും. ഗ്യാസിൽ നിന്ന് ലിക്വിഡിലോട്ട് വരുമ്പോഴത്തേക്ക് കുറയാണ് ചെയ്യുന്നത് അവ തമ്മിലുള്ള അകലം. അപ്പോൾ ഗ്യാസിന്റെ അത്രയും ഒരു ചലനം അതിന് ഉണ്ടാവില്ല ലിക്വിഡിൽ. അപ്പോൾ എന്തോ സംഭവിക്കും? അതിന്റെ ചലനവും കുറയുന്നു. ഓക്കെ, 3 കാര്യം ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ മെയിൻ form of energy liberated or absorbed during the given reactions? Write the type of each of these chemical reactions. തന്നിരിക്കുന്ന രാസപ്രവർത്തനത്തിൽ പുറത്തുവിടുന്ന അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടുന്ന ഒരു ഊർജ രൂപമേത്? ഇവ ഏത് തരം രാസപ്രവർത്തനമാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 4-5 തന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ അടുത്ത പേജിലാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. ആദ്യത്തത് അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളത് ടെസ്റ്റിലുള്ള ഉണ്ട്. അത് അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്. ഹീറ്റ് എനർജി അബ്സോർവ് ആണ് ചെയ്യുന്നത്. അതേത് റിയാക്ഷൻ ആണ്? തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ്. അതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അതിന് മൊത്തത്തിൽ പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തോന്ന് പറയാം? തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ അബ്സോർവ് ചെയ്യുന്നതിന് എന്തോന്ന് പറയും? എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. താപ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നതിന് താപരാസ പ്രവർത്തനം എന്ന് പറയും. ഇതിന് മൊത്തത്തിൽ പറയുന്നതാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ. ഇത് രണ്ടും എഴുതിയാലും ശരി തന്നെയാണ്. അടുത്ത രണ്ടാമത്തത് കോട്ടിംഗ് ആൻഡ് അയൺ ബാങ്കിൾ വിത്ത് കോപ്പർ. ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നത്. എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഈസ് അബ്സോർബ്ഡ്. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിലേ ആ ഒരു പ്രവർത്തനം നടക്കുകയുള്ളൂ. വൈദ്യുതി ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രവർത്തനം നടക്കുകയുള്ളൂ. അപ്പൊ അത് ഏത് റിയാക്ഷൻ ആണ്? ഇലക്ട്രോ റിയാക്ഷൻ. ഏതാണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. വൈദ്യുത രാസ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ഇലക്ട്രിസിറ്റി അബ്സോർവ് ചെയ്യുന്നു, വൈദ്യുതി ആഗിരണം ചെയ്യുന്നു. ഓക്കെ, മലയാളംകാർക്ക് മനസ്സിലായി? വൈദ്യുതി ആഗിരണം ചെയ്യുന്നു, വൈദ്യുത രാസപ്രവർത്തനം. അടുത്ത ഗ്ലോയിങ് ഓഫ് ഫയർഫ്ലൈ. മിന്നുന്നത്. എന്തോന്നാണ് ചെയ്യുന്നത്? എന്തോന്നാണ്? ലൈറ്റ് എമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രകാശം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തോന്നാണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്. പ്രകാശ രാസപ്രവർത്തനമാണ് നടക്കുന്നത്. ഓക്കെ, അടുത്ത ഡീകോമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുന്നതാണെങ്കിലോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. അവിടെ എന്തോന്നാണ് ചെയ്യുന്നത്? ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഏതാണ്? നേരത്തെ ഒരിക്കൽ നമ്മൾ പറഞ്ഞു, തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ്, താപ രാസപ്രവർത്തനമാണ്. അപ്പോൾ താപം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് താപ രാസപ്രവർത്തനമാണ്. അതിന് തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം.
ഓക്കെ, അടുത്ത് ലൈറ്റിംഗ് ആൻഡ് LED യൂസിങ് ലെമൺസ്. ചെറുനാരങ്ങ ഉപയോഗിച്ച് LED പ്രകാശിപ്പിക്കുന്നു. എന്താണ്? ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് ഏത് റിയാക്ഷൻ ആണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. വൈദ്യുത രാസപ്രവർത്തനം ആണ്. വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വൈദ്യുതി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേതാണ്? വൈദ്യുത രാസപ്രവർത്തനമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഈ പറഞ്ഞ ഈ പ്രവർത്തനങ്ങളല്ല, ഈ സെക്കൻഡിൽ പറഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ ഉള്ളത് തന്നെയാണ്. അതിൽ നിന്ന് ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ടെസ്റ്റിലുള്ളത് തന്നെയാണ്. അത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നമുക്ക് crystals of potassium permanganate in a dry test tube bring a burning instant stick near the mouth of the test tube. What do you observe? അതായത് ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ എടുത്ത് ചൂടാക്കുന്നു. ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് ഒരു എരിയുന്ന ചന്ദനത്തിരി കൊണ്ടുവരിക. ഇതൊരു എക്സ്പെരിമെന്റ് ഇതിലുണ്ട്, നമുക്ക് ടെസ്റ്റിലുണ്ട് പഠിക്കാം. എന്താണ് നിരീക്ഷിക്കുമ്പോഴത്തേക്ക് കാണുന്നത്? എന്താണ്? വാട്ട് ഡു യു ഒബ്സർവ്? ഇൻസ്റ്റന്റ് സ്റ്റിക്ക് ഗ്ലോ വിത്ത് ഷൈനിങ് ഫ്ലെയിം. എന്താണ് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കാണുന്നത്? ആ ഇൻസ്റ്റന്റ് സ്റ്റിക്ക് എന്തോന്നാണ്? ഒരു ജ്വാലയോടുകൂടി കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. വിച്ച് ഈസ് ദ ഗ്യാസസ് പ്രോഡക്റ്റ് ഫോംഡ്? പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഏത് വാതകമാണ് ഉണ്ടാകുന്നത്? ഓക്സിജൻ. അടുത്ത് വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് ദിസ്? ഇത് ഏത് തരത്തിലുള്ള റിയാക്ഷൻ ആണ്? ഏത് തരം രാസപ്രവർത്തനമാണ്? ഇത് ഏത് തരം രാസപ്രവർത്തനമാണ്? താപരാസപ്രവർത്തനമാണ്. തെർമോ കെമിക്കൽ റിയാക്ഷൻ. ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്യുമ്പോഴത്തേക്ക് എൻഡോതെർമിക് റിയാക്ഷൻ ആണ് വരുന്നത്. ഇതിൽ മൊത്തത്തിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, അടുത്തത് എ വൈറ്റ് ക്ലോത്ത് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് ഡാർക്കൻസ് വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ്. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്? അപ്പൊ ഏത് ഊർജ രൂപമാണ് ഇവിടെ രാസമാറ്റത്തിന് കാരണമായത്? ഏതാണ്? പ്രകാശം. എന്താണ്? സിൽവർ നൈട്രേറ്റിൽ മുക്കി വെയിലത്ത് വെച്ച ഒരു വെളുത്ത തുണി കറുത്തു പോകാൻ കാരണം എന്താണ്? പ്രകാശം അടിക്കുമ്പോഴത്തേക്കാണ് അത് കറുത്തു പോകുന്നത്. ഇവിടെ ആ രാസമാറ്റത്തിന് കാരണമായത് ഏത് ഊർജ രൂപമാണ്? പ്രകാശം. വാട്ട് ഈസ് ദ ജനറൽ നെയിം ഫോർ ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? ഏത് ജനറൽ നെയിം ആണ് അതിന് പറഞ്ഞ? പ്രവർത്തനത്തിന്റെ പൊതുവായ പേരെന്തോന്നാണ്? പ്രകാശ രാസപ്രവർത്തനം. എന്തോന്നാണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോഡിയം മെറ്റൽ റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഗീവ് ന്യൂ സബ്സ്റ്റൻസസ്. സോഡിയം ലോകം ജലവുമായി പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. വിച്ച് ആർ ദ റിയാക്ടൻസ് ഇൻ ദിസ് റിയാക്ഷൻ? ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? റിയാക്ഷൻസിലെ റിയാക്ടൻ ഏതാണ് വരുന്നത്? ഏതാണോ പങ്കെടുക്കുന്നത് അതാണ് റിയാക്ടൻസ് ആയിട്ട് വരുന്നത്. അഭികാരകങ്ങൾ എന്ന് പറയുന്നത് ഏത് വസ്തുക്കളാണോ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അവയാണ് നമ്മൾ അഭികാരകങ്ങളായിട്ട് എഴുതുന്നത്. അതിന്റെ ഫലമായി കിട്ടുന്നത് ഇതാണ് എന്തോന്ന്? ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്, പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ റിയാക്ഷൻ നടന്നു കഴിഞ്ഞ് കിട്ടുന്നതാണ് പ്രോഡക്ട്സ്. റിയാക്ഷന് മുമ്പുള്ള വസ്തുക്കളാണ് എന്തോന്നാണ്? റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിലേതാണ് വരുന്നത്? സോഡിയവും വാട്ടറും ആണ് റിയാക്ടൻസിൽ പങ്കെടുക്കുന്നത്. സോഡിയം വാട്ടർ റിയാക്ടൻസ്. ഈ പ്രവർത്തനത്തിൽ അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? സോഡിയവും ജലം. വിച്ച് ആർ ദ പ്രോഡക്ട്സ് ഫോംഡ്? ഫോം ചെയ്യുന്ന പ്രോഡക്ട്സ് ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രജൻ. ഏതൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രജൻ. ഏതൊക്കെ? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനുമാണ് വാതകങ്ങൾ എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റേഴ്സസ് ഉള്ളത്. അടുത്ത അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ മാറ്റർ. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? എനിത്തിങ്. ആദ്യത്തേത് മാസ്. മാസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. മാസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് എ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാറ്റർ. എനിത്തിങ്. മാറ്റർ ഓർ ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? എനിത്തിങ് ദാറ്റ് ഓക്കുപൈ സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കാൾഡ് മാറ്റർ. എനിത്തിങ് ദാറ്റ് ഓക്കുപൈ സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കാൾഡ് മാറ്റർ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും ദ്രവ്യം എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത കെമിക്കൽ ചേഞ്ചസും ഫിസിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ഏതൊക്കെ? curding of milk, burning of candle, rusting of iron.
കെമിക്കൽ ചേഞ്ചസിൽ വരുന്നത് ബേണിംഗ് ഓഫ് ഫയർവുഡ്. ഫിസിക്കൽ ചേഞ്ചസിൽ വരുന്നത് മെൽറ്റിംഗ് ഓഫ് വാക്സ്, ഫോർമേഷൻ ഓഫ് ഐസ്, മെൽറ്റിംഗ് ഓഫ് ഐസ്, ഡിസൊല്യൂഷൻ ഓഫ് സാൾട്ട് വാട്ടർ. ഓക്കെ, ഇനി അങ്ങോട്ട് പഠിക്കണുണ്ട് നമ്മൾ കെമിക്കൽ ചേഞ്ചസും ഫിസിക്കൽ ചേഞ്ചസും എന്താണെന്നുള്ളത്. അടുത്ത വാട്ട് ഈസ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ എന്തോന്നാണെന്ന്, ഉത്പതനം എന്തോണെന്ന്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സോളിഡ് സബ്സ്റ്റൻസസ് വെൻ ഹീറ്റഡ് ഡയറക്ട്ലി ചേഞ്ചസ് ടു ഗ്യാസ്, ദിസ് ഈസ് നോൺ ആസ് സബ്ലിമേഷൻ. ഹരവസ്തുക്കളെ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രവർത്തനമാണ് ഉത്പതനം അഥവാ എന്തോന്ന് പറയുന്നത്, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് എന്തോന്ന് പറയാം, കർപ്പൂരവും നാഫ്തലിനും പറയാം. ക്യാംഫർ ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, നാഫ്തലിൻ, ക്യാംഫർ. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ഫിസിക്കൽ ചേഞ്ചസ്, എന്താണ് കെമിക്കൽ ചേഞ്ചസ് എന്ന്. ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും. നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചസിൽ ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നില്ല. ഓൺലി ദ മോളിക്യൂൾസ് അറേഞ്ച്മെന്റ് ചേഞ്ചസ്. മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിൽ മാത്രം ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് എന്തോന്ന്, ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. എന്നാൽ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് എ സബ്സ്റ്റൻസ് ഈസ് കൺവെർട്ടഡ് ഇൻ ടു അനദർ ഓൺ, ദാറ്റ് മീൻസ് ന്യൂ മോളിക്യൂൾസ് ഫോംഡ്. അപ്പോൾ കെമിക്കൽ ചേഞ്ചസിൽ എന്തോന്നാണ്, ഒരു സബ്സ്റ്റൻസ് മറ്റൊന്നായിട്ട് കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് പുതിയ മോളിക്യൂൾസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ ഏത് പറയാം, വിറക് കത്തി ചാരമാകുന്നത്, അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. എന്ന് വെച്ചാൽ വിറക് കത്തി അത് നേരെ ചാരമായിട്ട് അങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ചാരത്തിനെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ മറ്റൊരു വസ്തുവായിട്ട് മാറുകയാണ്, കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ മറ്റൊരു ആദ്യത്തെ ഫോമിലോട്ട് മാറ്റാൻ കഴിയുകയില്ല. അതിലെ മോളിക്യൂൾസിലെല്ലാം വ്യത്യസ്തമായിരിക്കും അങ്ങനെ വരുന്നത്. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐസിനെ ഉരുക്കി അല്ലെങ്കിൽ മെഴുകിനെ ഉരുക്കി എടുക്കാം. മെഴുകിനെ വീണ്ടും നമുക്ക് മെഴുകാക്കി തന്നെ എടുക്കാൻ പറ്റും. അപ്പൊ ന്യൂ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല, മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സിൽ മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. മനസ്സിലായ? ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള വ്യത്യാസം. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല, അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായി മറ്റൊരു പദാർത്ഥമായി മാറുന്നു, അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഓക്കെ, അടുത്ത റിയാക്ടൻസ് എന്താണെന്നും പ്രോഡക്ട്സ് എന്തോന്നാണെന്നും അഭികാരകങ്ങൾ എന്തോന്നാണെന്നും ഉൽപ്പന്നങ്ങൾ എന്തോണെന്നും. The substances which take part in a chemical reaction are known as the reactants and the substances formed are known as products. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അഭികാരകങ്ങളെന്നും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന പുതിയ പദാർത്ഥങ്ങൾ എന്തോന്നാണ് ഉൽപ്പന്നങ്ങളെന്നും അറിയപ്പെടുന്നു. ഓക്കെ, അത് ഞാൻ നേരത്തെയും പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സോതെർമിക് റിയാക്ഷൻ. If heat is liberated as a result of a chemical reaction, such reactions is known as exothermic reaction. ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി താപം പുറത്തുവിടുന്നുവെങ്കിൽ അതിനെ എന്തോന്ന് പറയാം, താപമോചക പ്രവർത്തനം എന്ന് പറയാം. എക്സോതെർമിക്, ചൂട് പുറത്തേക്ക് വിടുന്ന പ്രവർത്തനം, അതെന്തോന്ന് പറയാം, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ്. ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്, ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ, ഇറ്റ് ഈസ് നോൺ ആസ് എൻഡോതെർമിക് റിയാക്ഷൻ. രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആഗിരണം ചെയ്യുകയാണെങ്കിൽ അതിനെന്തോന്ന് പറയും, എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നു, താപാകീരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഇങ്ങനെ രണ്ടിനെയും കൂടെ ചേർത്ത് എന്തോന്ന് പറയാം, നമുക്ക് തെർമോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. തെർമോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദ റിയാക്ഷൻസ് ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ് ആർ നോൺ ആസ് തെർമോകെമിക്കൽ റിയാക്ഷൻ. താപോർജ്ജം പുറത്തുവിടുകയോ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനത്തിന് പൊതുവായി പറയുന്ന പേരാണ് താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന എല്ലാ റിയാക്ഷൻസും അങ്ങനെയുള്ളതാണ്. ഇതിൽ ഫസ്റ്റിലെത്തത് ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്യുകയും ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്, ആഗിരണം ചെയ്യുകയും വലിച്ചെടുക്കുകയോ ചെയ്യുന്ന, പുറത്തുവിടുന്നതോ ആഗിരണം ചെയ്യുന്നതോ ആയ താപപ്രവർത്തനങ്ങളാണ്, രാസപ്രവർത്തനങ്ങൾക്കാണ് എന്തോന്ന് പറയുന്നത്, താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. അതുപോലെ തന്നെ എന്തോന്നാണ്, ലൈറ്റ് എനർജി അബ്സോർവ് ഓർ ലിബറേറ്റ്. ലൈറ്റ് എനർജി ആഗിരണം ചെയ്യുന്നതോ പുറത്തുവിടുന്നതോ ആയ പ്രവർത്തനത്തിന് എന്തോന്ന് പറയും, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നു. പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുന്നതോ പുറത്തുവിടുന്നതോ ആയ രാസപ്രവർത്തനങ്ങളെ പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. നമ്മളിത് ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് അതിലെ വീഡിയോയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഇലക്ട്രോളിസിസ് എന്താണെന്ന്. ദ പ്രോസസ് ഓഫ്
dissociation of a substances by absorbing electrical energy is known as electrolysis. വൈദ്യുതോർജ്ജ ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥ വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വൈദ്യുതോർജ്ജ ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനം വൈദ്യുത വിശ്ലേഷണം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത് വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? ഇലക്ട്രോപ്ലേറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വരുന്ന ഏതെങ്കിലും ഒരു ഇലക്ട്രോപ്ലേറ്റിംഗിൽ എക്സാമ്പിൾസ് ഉണ്ടല്ലോ, അത് ഏതെങ്കിലും ചോദിക്കും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കോട്ടിംഗ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ യൂസിങ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. വൈദ്യുതി ഉപയോഗിച്ച് ലോകവസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോകങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടിംഗ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ യൂസിങ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇപ്പൊ ഈ ഇരുമ്പ് വളയിൽ സ്വർണം പൂശുന്നത് നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് പഠിച്ചായിരുന്നു. അതിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏതെങ്കിലും വരും. അടുത്ത ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. If electrical energy is absorbed or produced during a chemical reaction, it is known as electrochemical reaction. എന്താണ്? വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. The electrical energy is absorbed or produced during a chemical reaction is known as electrochemical reaction. ഓക്കെ, വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾക്കാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായി ഈ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഏത് വേണമെങ്കിലും വരാം. ഇപ്പം സിൽവർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ കോപ്പർ പ്ലേറ്റിൽ ഇരുമ്പ് വള കോപ്പർ ആഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഇരുമ്പ് വളയിൽ ഗോൾഡ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിൽവർ ആഡ് ചെയ്യുന്നത്, അതിലേതെങ്കിലും വരാം ഒരു പ്രവർത്തനം ഉറപ്പായിട്ട് വരാം. അത് നോക്കി വെച്ചിരിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു ഫയർഫ്ലൈസ് പ്രൊഡ്യൂസ് ലൈറ്റ്? എങ്ങനെയാണ് മിന്നാമിനുങ്ങ് പ്രകാശം പുറപ്പെടുവിക്കുന്നത്? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ കെമിക്കൽ luciferin absorb ultraviolet rays with the help of the enzyme luciferase present in the body of fireflies and emits visible light. This phenomena is known as bioluminescence. Firefly can control the amount of oxygen entering its body and thereby regulate the intensity of the light produced. Some species of marine organism and worms exhibit bioluminescence. In these reactions, light energy is liberated. അപ്പോൾ എങ്ങനെയാണ്? മിന്നാമിനുങ്ങിന്റെ ശരീരത്തിൽ ലൂസിഫറസ് എന്ന എൻസൈമിന്റെ സഹായത്തോടെ ലൂസിഫറിൻ എന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശം പുറപ്പെടുവിക്കുന്നു. ഈ പ്രതിഭാസത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ജൈവദീപ്തി എന്ന് പറയുന്നത്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ച് പ്രകാശ തീവ്രത വ്യത്യാസപ്പെടുത്താൻ മിന്നാമിനുങ്ങിന് കഴിയും. ചിലയിനം കടൽ ജീവികളിലും പുഴുക്കളിലും ജൈവദീപ്തി ഇത് കണക്ക് പ്രകാശം ഉണ്ടാവാറുണ്ട്. ഈ പ്രവർത്തനങ്ങൾ എന്തോന്നാണ് ചെയ്യുന്നത്? പ്രകാശോർജം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇനി കുറച്ചൊക്കെ അതൊക്കെ നമ്മൾ ചാപ്റ്റർ വൈസ് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഇതൊക്കെ പറഞ്ഞത് തന്നെയാണ്. ബാക്കി ഏകദേശം ഉള്ളതെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.